السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. സൂചിപ്പിക്കപ്പെട്ടതുപോലെ പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും അവസാന ദിനങ്ങളിലാണ് നമ്മളുള്ളത്. റമദാൻ മാസത്തിൻ്റെ അവസാന ദിനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അവസാന ദിനങ്ങളുമായി അവൻ അതിനെ തുലനപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അള്ളാഹു നിശ്ചയിച്ച ആയുസ് അതെത്രയാണെന്ന് നമുക്കാർക്കും അറിയില്ല. ബാല്യത്തിൽ മരണപ്പെടുന്നവരുണ്ട്, കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും, വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്തെത്തിയിട്ടൊക്കെ മരണപ്പെടുന്നവരുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അഅ്മാറു ഉമ്മത്തി മാ ബൈന സിത്തീന വസബഈൻ. എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് ശരാശരി 60-നും 70-നും ഇടക്കാണ്. അപ്പം 70 വയസ്സിന് കൂടുതൽ കിട്ടിയവർക്ക് അതൊരു എക്സ്ട്രാ ബോണസ് മാത്രമാണ്. അതിനുള്ളിലാണ് ഓരോരുത്തരുടെയും ആയുസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമുക്ക് എത്രയാണ് നമ്മുടെ റബ്ബ് വിധിച്ചത് എന്ന് നമുക്കറിയില്ല. ഏത് ഘട്ടത്തിലാണ്, ഏത് രൂപത്തിലാണ്, ഏതു പ്രായത്തിലാണ്, എവിടെ വെച്ചാണ് നമ്മുടെ മരണം നിശ്ചയിക്കപ്പെട്ടത് എന്നറിയില്ല. മനുഷ്യൻ ദുർബലനായി പോകുന്ന മേഖലയാണത്. മനുഷ്യൻ ഏതൊക്കെ വിധത്തിൽ ഡെവലപ്മെൻറ്റുകൾ അവൻ നേടിയെടുത്തിട്ടുണ്ടെങ്കിലും, ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ എല്ലാ വിധത്തിലുള്ള ഉന്നതിയിൽ മനുഷ്യൻ എത്തിയിട്ടുണ്ടെങ്കിലും മരണം എന്ന പ്രതിഭാസത്തിന് മുമ്പിൽ അവൻ നിശബ്ദനാണ്. അവിടെ ഒന്നും പറയാൻ കഴിയില്ല.
എപ്പോഴാണ് മരിക്കുക? സുനിത വില്യംസും അതേപോലെ തന്നെ മറ്റൊരു പര്യഗവേഷകനും അവർ രണ്ടുപേരും ദീർഘനാളുകളായി നാസ വിക്ഷേപിച്ച പേടകത്തിൽ ബഹിരാകാശത്ത് താമസിച്ചു വരികയായിരുന്നു. പിന്നീട് അവർ ഭൂമിയിലേക്ക് എത്തി. പക്ഷെ യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോലും ഉറപ്പുണ്ടായിട്ടുണ്ടാവുകയില്ല ഇനി തിരിച്ചൊരു മടക്കം ഭൂമിയിലേക്ക് ഉണ്ടാകും. ഒരുപക്ഷെ ഇനി ഭൂമിയിലേക്ക് ഉണ്ടാവുകയില്ല എന്നൊരു പക്ഷെ അവർ ഉറപ്പിച്ചിട്ടുണ്ടാകാം. മനുഷ്യന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പോരായ്മയും അതിൻ്റെ ന്യൂനതയുമാണല്ലോ ആ കാണിക്കുന്നതൊക്കെ. പോയി ഒരാഴ്ച പിന്നിട്ട് മടങ്ങി വരേണ്ടവർ മാസങ്ങളോളം അവിടെ കുടുങ്ങിക്കിടക്കേണ്ടുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ അറിവിൻ്റെ ശാസ്ത്രത്തിൻ്റെ പോരായ്മ തന്നെയാണ്. അപ്പോൾ നമുക്കുണ്ടായ പോരായ്മ എങ്ങനെ നികത്താം, ഇനി എങ്ങനെ അവരെ തിരിച്ചു കൊണ്ടുവരാം എന്ന് പിന്നീട് പഠിക്കുകയാണ് ശാസ്ത്രം. അപ്പോൾ സ്വാഭാവികമായും അതിനിരയായവർ തന്നെ ഇനിയൊരു മടക്കം ഒരുപക്ഷെ ഭൂമിയിലേക്ക് ഉണ്ടാവുകയില്ല എന്ന് ചിന്തിച്ചവരായിരിക്കാം. പക്ഷെ അള്ളാഹു അവർക്ക് ആയുസ് ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് എവിടെ വെച്ചാണ് മരണമെന്ന് അറിയുകയില്ല. ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ മരണവുമായി ബന്ധപ്പെടുത്തി തുലനപ്പെടുത്തി നാം കാണണം പരിശുദ്ധ റമളാനിൻ്റെ അവസാന ദിനരാത്രങ്ങൾ. നമ്മുടെ ആയുസ്സിൻ്റെ അവസാന ദിനരാത്രങ്ങളെ പോലെ നമ്മൾ കാണണം പരിശുദ്ധ റമളാനിൻ്റെ അവസാന ദിനരാത്രങ്ങൾ. നമ്മളൊക്കെ ഇബാദത്തുകൾ നിരന്തരം നിർവഹിക്കുന്നവരാണ്. കഴിവിൻ്റെ പരമാവധി സ്വർഗീയ പ്രവേശനം ആഗ്രഹിച്ച് നമസ്കാരം, നോമ്പ്, സക്കാത്ത്, സ്വതക്കകൾ, ഉംറകൾ, ഹജ്ജ്, പ്രത്യേകിച്ച് രാത്രി നമസ്കാരം, അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ. പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും എൻ്റെ ഇബാദത്ത് പൂർണ്ണതയിലെത്തിയിട്ടില്ല, അതൊരു പ്രതിഫലാർഹമായ ഇബാദത്തിനെ പോലെ ആയിട്ടില്ല, ന്യൂനതകൾ അതിലുണ്ട്, പോരായ്മകളുണ്ട്. എത്ര ശ്രദ്ധിച്ച് നിസ്കരിക്കാൻ ശ്രമിച്ചാലും ഒരു തഖ്വ, ഒരു ഖുശൂ എനിക്ക് നിസ്കാരത്തിൽ കിട്ടുന്നില്ല എന്ന് പലപ്പോഴും പലരും പരാതി പറയുന്നത് കണ്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നുകൊണ്ട് ഒരിക്കൽ ചോദിച്ചു, ഔസിനാ യാ റസൂലല്ലാഹ് വഔജിസ്, അള്ളാഹുവിൻ്റെ റസൂലേ ഞങ്ങൾക്കൊരു ഉപദേശം നൽകുമോ? വഔജിസ്, അത് ഏറ്റവും മൂജിസായ ഷോർട്ടായ ഉപദേശമാകണം, ഏറ്റവും ചെറിയ ഒരു ഉപദേശം, എന്നാൽ കനപ്പെട്ട ഉപദേശം. അപ്പൊ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് പറഞ്ഞു, ഇദാ കുംത ഫീ സ്വലാത്തിക ഫസല്ലി സ്വലാത മുവദ്ദഇൻ. ഇദാ കുംത ഫീ സ്വലാത്തിക, മനുഷ്യ നീ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ, ഫസല്ലി സ്വലാത മുവദ്ദഇൻ, നീ ഒരു വിട പറയുന്നവന്റെ നമസ്കാരം നിസ്കരിച്ചോ. അപ്പൊ നിസ്കാരം മാത്രമല്ല, മറ്റേത് കർമ്മം അങ്ങനെ തന്നെയാണ്. ഒരു വിട പറയുന്നവന്റെ ഇബാദത്ത്. ജീവിതത്തിൽ എനിക്കെൻ്റെ റബ്ബ് നിശ്ചയിച്ച ആയുസ്സില് ഏറ്റവും അവസാനത്തെ ഇബാദത്താണ് ഇത് എന്ന് ചിന്തിച്ചിട്ടൊരു ഇബാദത്ത് ചെയ്തു നോക്ക്. ആ ഇബാദത്തിൽ പരിപൂർണ ശ്രദ്ധ കൊടുക്കാൻ നിനക്ക് കഴിയും. ആ ഇബാദത്ത് കുറ്റമറ്റതാക്കാൻ നിനക്ക് കഴിയും. ആ ഇബാദത്ത് പ്രതിഫലാർഹമാക്കി തീർക്കാൻ വേണ്ടി നീ പരിശ്രമിക്കും. ഏറ്റവും ഖുശൂഅോടുകൂടി നീ നിർവഹിക്കും. ഇതെൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഇബാദത്താണ് എന്ന് ചിന്തിച്ച് നിർവഹിക്കുക. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓരോ വഖത്ത് നമസ്കാരത്തിലും അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ആ വഖത്ത് നമസ്കാരം ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കാൻ കഴിയും. ഓരോ നോമ്പും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അവസാനം എവിടെയാണ്, എങ്ങനെയാണ്, നമ്മൾ പറഞ്ഞു ആർക്കും അറിയില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയകളിലൂടെ ഈ എടപ്പള്ളി കളമശ്ശേരി ഭാഗത്തിടക്ക് വന്ന ഒരു ന്യൂസ് ഞാനിപ്പോഴും ഓർക്കണത്. നിങ്ങളുടെ നാട്ടിലായതുകൊണ്ട് ഞാനത് വീണ്ടും സ്മരിക്കുകയാണ്. ഒരു അന്യനാട്ടുകാരനായ ഒരു വടക്കേ ഇന്ത്യക്കാരനോ, നമ്മൾ കേരളക്കാരനല്ല, മറ്റെവിടെയോ ഉള്ള ഒരാൾ, അദ്ദേഹം തൻ്റെ വാഹനത്തിൽ ദീർഘദൂര യാത്ര ചെയ്ത് അയാൾ വരികയാണ്. വലിയ ലോറിയാണ്.
ചരക്ക് ലോറിയാണ്. അയാൾ ഏകദേശം എടപ്പള്ളിക്കും കളമശ്ശേരിക്കും ഇടയ്ക്ക് അയാൾ തൻ്റെ വാഹനം സൈഡാക്കിയിട്ട് അയാൾ മൂത്രമൊഴിക്കാൻ വേണ്ടി ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. ഒരു അല്പം കുന്നിൻ്റെ ചെരുവിലാണ് അയാൾ നിന്ന്. ഈ ഭാഗത്തെവിടെയാണ് 2-3 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാകും. അപ്പോൾ ഒരു കല്ല് ഇയാളുടെ മുകളിലേക്ക് വന്ന് വീണ് അയാൾ ആ സ്പോട്ടിൽ മരണപ്പെട്ടു എന്നാണ്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതോ ഒരു നാട്ടിലുള്ള ആൾ വീട്ടുകാരോട്, കുടുംബക്കാരോട്, പ്രിയപ്പെട്ടവരോട് യാത്ര പറഞ്ഞ് തിരിച്ചെത്തും എന്ന് പ്രതീക്ഷയോടെ പുറപ്പെട്ട മനുഷ്യൻ. പക്ഷെ തനിക്കൊരു പരിചയമില്ലാത്ത ഒരു നാട്ടിൽ വെച്ച് താൻ വിചാരിക്കാത്ത രൂപത്തിൽ തന്നെ മരണം പിടികൂടിയ വാർത്ത. അങ്ങനെ ധാരാളം വാർത്തകൾ മരണവുമായി ബന്ധപ്പെട്ട്. മുഅ്മിനീങ്ങളെ, നമ്മുടെ മരണം എപ്പോഴാണ്, എവിടെ വെച്ചാണ് നിശ്ചയിച്ചത് എന്ന് നമുക്കറിയില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറാ ഇസ്തഅമലഹു. അള്ളാഹു ഒരു അടിമക്ക് ഒരു ഖൈറിനെ ഉദ്ദേശിച്ചാൽ എന്താ ചെയ്യുക? കുറെ സ്വത്ത് കൊടുക്കുന്നതാണോ? അതല്ലെങ്കിൽ കുറെ സ്ഥാനമാനങ്ങൾ, സ്വാധീനങ്ങൾ എല്ലാ നിലക്കും അവനങ്ങനെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരുമെന്ന് മാത്രമാണോ? അല്ല, നേരെ മറിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറാ ഇസ്തഅമലഹു. അള്ളാഹു ഒരു അടിമക്ക് ഖൈറിനെ ഉദ്ദേശിച്ചാൽ ആ മനുഷ്യനെ അള്ളാഹു ഉപയോഗിക്കും. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ യസ്തഅമിലുഹു, എങ്ങനെയാണത് റസൂലേ? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ലൽ മൗത്ത്. യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ലൽ മൗത്ത്. അയാൾ മരിക്കുന്നതിൻ്റെ മുമ്പ് ഒരു സ്വാലിഹായ അമല് നിർവഹിക്കാൻ അള്ളാഹു അയാൾക്ക് തൗഫീഖ് കൊടുക്കും. യുവഫിഖുഹു, അള്ളാഹു തൗഫീഖ് കൊടുക്കും മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ്. അതാണ് ചില മരണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നോമ്പെടുത്തവനായിട്ടുള്ള മരണം. സുബ്ഹാനല്ലാഹ്. വിശുദ്ധ ഉംറ നിർവഹിച്ചു കൊണ്ടിരിക്കെ ആ മതാഫിനുള്ളിൽ കിടന്നുകൊണ്ടുള്ള മരണം. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ സുജൂദിൽ കിടന്ന് മരിക്കുന്ന മരണം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലുള്ള മരണം. അങ്ങനെ ചില പ്രത്യേക മരണങ്ങളുണ്ട്. മരണം എന്തായാലും സംഭവിക്കണം. പക്ഷെ ഏറ്റവും നല്ല മരണം എന്ന ഒന്നുണ്ട്, ഹസ്നുൽ ഖാത്തിമ, നല്ല പര്യവസാനം. നമ്മൾ ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും അള്ളാഹുവിനോടതാണ്. അല്ലാഹുമ്മ ഹസിൻ ആഖിബത്തനാ ഫീ ഉമൂരി കുല്ലിഹാ. അല്ലാഹുവേ, എല്ലാ കാര്യത്തിനും എൻ്റെ ആഖിബത്ത് നീ നന്നാക്കി തരണമേ എന്നാ പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ ജീവിതാവസാനത്തെയോടാണ് നമ്മൾ ഈ റമളാനിന്റെ അവസാനത്തെ ഉപമിക്കേണ്ടത്. ജീവിതാവസാനത്തിൽ ഒരു വിശ്വാസിക്കുള്ള ഗുണം എന്താണ്? അള്ളാഹ് മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു നല്ല അമല് നിർവഹിക്കാൻ ഒരു തൗഫീഖ് അള്ളാഹു കൊടുക്കും അയാൾക്ക്. എന്നിട്ട് അയാൾ മരിക്കുള്ളൂ. ഇനി ഒരാള് അള്ളാഹു ഖൈർ കൊടുക്കാൻ അയാൾക്ക് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സൂഉൽ ഖാത്തിമയാണ് ഉണ്ടാവുക. നന്മ ചെയ്തിട്ടല്ല അയാൾ മരിക്കുക, തിന്മ ചെയ്തിട്ടാണ് മരിക്കുക. അതാ ചില ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വഇന്നൽ അബ്ദ ലയഅമലു അമല അഹ്ലിൽ ജന്ന. ചില ആളുകൾ സ്വർഗ്ഗക്കാരുടെ അമലുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. നിസ്കരിക്കും, നോമ്പെടുക്കും, ജീവിതത്തിൽ നന്മകൾ ഒരുപാട് ചെയ്യും. ചെറുതും വലുതുമായ ഒരുപാട് നന്മകൾ അവർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഹത്താ യകൂനു ബൈനഹു വബൈനൽ ജന്നതി ഇല്ലാ ദിറാ, അയാൾക്കും സ്വർഗത്തിനുമിടയിൽ ഒരു മുഴം മാത്രം ബാക്കിയാകും. എന്ന് പറഞ്ഞാൽ അത്രയും അടുത്തെത്തും അയാൾ സ്വർഗത്തിൽ. അത്രയും നന്മകൾ ചെയ്തു. ചില ആളുകളെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ, നമ്മൾ അത്ഭുതപ്പെടും. ചില ആളുകളെ കാണുമ്പോൾ അത്ര നല്ല നല്ല അമലുകൾ ചെയ്ത് അയാൾ സ്വർഗത്തിൻ്റെ അടുത്തെത്തും. അയാൾ സ്വർഗത്തിനും അയാൾക്കും ഇടയിൽ ഇനി മരണം മാത്രമേ തടസ്സമുള്ളൂ, ഒരു മുഴം മാത്രമേ ബാക്കിയുള്ളൂ. ഫയഅമലു അമല അഹ്ലിന്നാർ. ആ മനുഷ്യനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ ഘട്ടത്തിലാണ് അയാൾ നരകക്കാരുടെ അമല് ചെയ്യുക. ഫയദ്ഖുലുഹാ, അങ്ങനെ അയാൾ നരകത്തിൽ പ്രവേശിക്കപ്പെടുകയാണ്. അപ്പൊ ജീവിതകാലം മുഴുവനും നന്മ ചെയ്തു എന്നുള്ളതല്ല പരിഗണിക്കപ്പെടുന്നത്. പിന്നെയോ മരണസമയത്ത് ആ മനുഷ്യൻ എങ്ങനെയാണോ
അയാളുടെ ആഖിബത്ത് എങ്ങനെയാണോ, അയാളുടെ ഖാത്തിമത്ത് എങ്ങനെയാണോ, അയാളുടെ അവസാനം എങ്ങനെയാണോ, അത് നോക്കിയിട്ടാണ് അയാളുടെ സ്വർഗ നരകങ്ങൾ നിശ്ചയിക്കപ്പെടുക, നിർണയിക്കപ്പെടുക എന്നർത്ഥം. സഅദ് ബിൻ സഹൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ധീരമായി യുദ്ധം ചെയ്യുകയാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ ശത്രുവിന് നേരെ പടപൊരുതുകയാണ്. അവിടെ തൻ്റെ സ്വജീവൻ ത്യജിക്കാൻ തയ്യാറായിട്ടാണ് അവർ ആ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. സ്വഹാബത്ത് പറയാണ്, ഞങ്ങൾ നോക്കുമ്പോൾ ഒരു മുസ്ലിം ധീരമായി മുന്നോട്ട് നീങ്ങി അദ്ദേഹം യുദ്ധം ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, മന്നറാദമിൻകും, ആ മനുഷ്യൻ എന്തൊരു നല്ല മനുഷ്യനാണ്, എത്ര ഉഷാറായിട്ടാണ് അയാൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നത്, അയാളൊക്കെ സ്വർഗത്തിലായിരിക്കും എന്ന് അയാളെപ്പറ്റി ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു. യുദ്ധത്തിനിടക്ക് ഞങ്ങൾക്ക് പലർക്കും അയാളിൽ മതിപ്പുണ്ടായി. ആ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു, മൻ അറാദ മിൻകും അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൻ നാർ ഫൽയൻദുർ ഇലാ ഹാദാ. നരകത്തിൽ പോകുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണോ എങ്കിൽ ഈ മനുഷ്യനെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അയാളാണ് നരകത്തിൽ പോകുന്ന ആൾ. ആരെ പറ്റിയ പറഞ്ഞാൽ നന്മയിലേക്ക് മുന്നേറുന്ന, യുദ്ധക്കളത്തിൽ മുന്നേറുന്ന ഒരു സ്വഹാബിയെ ചൂണ്ടിക്കാണിച്ചതിന്റെ വിശ്വാസം പറഞ്ഞു, നരകത്ത് പോണ ഒരാളെ കാണോ അയാളെ നോക്കിക്കോ. സ്വഹാബത്തിനൊക്കെ അത്ഭുതമായി. പക്ഷേ നബിശ്വാസം പറഞ്ഞതാണ്, അത് സംഭവിക്കുകയും ചെയ്യും. കാരണം അള്ളാഹിൻ്റെ വഹി അനുസരിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സ്വഹാബികളിൽ ചില ആളുകൾ അദ്ദേഹത്തെ പിന്തുടർന്നു, എന്താണ് അദ്ദേഹത്തിന് സംഭവിക്കുക എന്ന് നോക്കുമ്പോൾ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ ഈ സ്വഹാബിക്ക് അദ്ദേഹത്തിന്റെ തോളിൽ ഒരു വെട്ടേറ്റു, രക്തം ധാരധാരയായി ഒഴുകി. ആ സ്വഹാബിക്ക് വേദന സഹിക്കാൻ കഴിഞ്ഞില്ല. സഹിക്കവയ്യാതെ വേദന വന്നപ്പോൾ അദ്ദേഹം കരുതി, ഈ വേദന എനിക്ക് സഹിക്കാൻ കഴിയണില്ല എന്ന് കരുതി സ്വയം കുന്തം നിലത്ത് കുത്തിവെച്ച് അതിന്മേൽ കമഴ്ന്നു കിടന്ന അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്തു. അപ്പൊ എത്ര നന്മകൾ ചെയ്താലും എത്ര ഇബാദത്തുകൾ ചെയ്താലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആഖിബത്ത് എന്താണെന്ന് ആർക്കും അറിയില്ല. അത് അല്ലാഹ് നിശ്ചയിച്ചത് കൊണ്ട് മാത്രമല്ല ആ മനുഷ്യന്റെ ജീവിതത്തിൽ അത്തരത്തിലൊരു മാറ്റം വന്നത്, അത് അയാളിൽ കൂടി മാറ്റം വന്നത് കൊണ്ടാണ്. ചിലർ പറയും, അള്ളാഹ് ഉദ്ദേശിച്ചതല്ലേ, അള്ളാഹ് എഴുതി വെച്ചതല്ലേ, പിന്നെ നമ്മൾ എന്താ ചെയ്തിട്ട് കാര്യം എന്നല്ല. ദുആകള്, പ്രാർത്ഥനകള് ലൗഹിൽ മഹ്ഫൂദിലെ എഴുത്തിനെ മാറ്റിക്കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ ചോയ്സാണ്. മനുഷ്യന് അള്ളാഹ് നൽകിയ ചോയ്സാണ്. നന്മ ചെയ്യണോ തിന്മ ചെയ്യണോ എന്നത് അവൻ സ്വയം തെരഞ്ഞെടുത്തതാണ്. ഇത് അള്ളാഹ്ക്ക് മുൻകൂട്ടി അറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഉദാഹരണത്തിന്, 10 കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ് റൂമിലെ അധ്യാപകൻ വർഷാവസാനം ആനുവൽ എക്സാമിൻ്റെ സമയത്ത് ആ അധ്യാപകന് കൃത്യമായിട്ട് അറിയാൻ പറ്റും, ഇവൻ തോൽക്കും, ഇവൻ ജയിക്കും. ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ടാകും അധ്യാപകൻ. കാരണം അധ്യാപകനറിയാം ഓൻ എത്ര പഠിച്ചാലും ഓൻ തോൽക്കുന്ന അധ്യാപകനറിയാം. ഇത് അധ്യാപകൻ മുൻകൂട്ടി ലിസ്റ്റ് ഇട്ടത് കൊണ്ടാണോ ആ കുട്ടി തോറ്റുപോയത്? അല്ല, നേരെ മറിച്ച് ആ കുട്ടിയെ മുൻകൂട്ടി അധ്യാപകൻ അറിയാമെന്നുള്ളത് കൊണ്ടാണ്. അതേപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അടിമകൾ അറിയാം. അള്ളാഹ് നിശ്ചയിച്ചത് കൊണ്ട് മാത്രമല്ല ഇവൻ തെറ്റിപ്പോയതും ഇവൻ നരകത്തിലേക്ക് പോകുന്നതും. നേരെ മറിച്ച് ഇവൻ സ്വയം വരുത്തി വെച്ചതാണ്, ഇവൻ ഇഖ്തിയാറുണ്ടത്, ഇവൻ സ്വീകരിച്ചതാണ്, ഇവൻ തെരഞ്ഞെടുത്തതാണ്. അതുകൊണ്ടാണ് മിഖ്ദാദ് ബിൻ അൽ-അസ്വദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ലാ അഖൂലു ഫീ റജുലിൻ ഖൈറൻ വലാ ശർറാ. ഒരാളെ പറ്റിയും ഖൈർ പറയാൻ ഞാനില്ല, ഒരാളെ പറ്റിയും ഷർറ് പറയാനും ഞാനില്ല. ഇന്നയാള് നല്ലവനാണ്, നല്ല സ്വാലിഹാണ്, ആബിദാണ്, നല്ല ഇബാദത്ത് ചെയ്യുന്നവനാണ്, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാണോ, സ്വർഗത്തിലായിരിക്കട്ടോ എന്നൊരാളെ പറ്റി ഞാൻ അഭിപ്രായം പറയൂല. അയ്യോ എന്തൊരു മോശമാണ്, സ്കരിക്കണില്ല, നോമ്പ് വെൽക്കണില്ല, തൊള്ള തുറന്ന നുണേ പറയുള്ളൂ, ഓനൊക്കെ നരകത്തിൽ തന്നെ ആയിരിക്കും. മറ്റൊരാളെ കുറിച്ചും ഇവൻ സ്വർഗത്തിലാണ് അല്ലെങ്കിൽ ഇവൻ നരകത്തിലാണെന്ന് അഭിപ്രായം പറയാൻ ഞാനില്ല.
بعدما سمعت النبي صلى الله عليه وسلم يقول അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞതിനു ശേഷം, അത് ഞാൻ കേട്ടതിനു ശേഷം, ഒരാളെ പറ്റിയും ഖൈർ പറയാൻ ഷർറ് പറയാൻ ഞാൻ നിശ്ചയിച്ചിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല. എന്താണ് വിശ്വാസം പറഞ്ഞത്? ഇന്ന മനുഷ്യന്റെ ഇന്ന ഖൽബുഹു ലതതഖല്ലബു അശദ്ദു ഇൻഖിലാബ, മനുഷ്യന്റെ ഹൃദയം ശക്തമായി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടതിനു ശേഷം. മാറി മറിയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ല ഈമാനുള്ള മനസ്സായിരിക്കും, ഹൃദയമായിരിക്കും. ചിലപ്പോൾ അത് കുറഞ്ഞ് ഈമാൻ കുറഞ്ഞു വരുന്ന ഹൃദയമായിരിക്കും. അൽ ഈമാനു യസീദു വയൻഖുസു. റമളാൻ വിട പറയുമ്പോൾ എന്ന വിഷയവുമായി നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആമുഖമായി ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ മരണവുമായി, നമ്മുടെ അവസാനവുമായി നമ്മൾ ഈ റമളാനിന്റെ അവസാനത്തെ താരതമ്യപ്പെടുത്തണമെന്നാണ്. കാരണം എന്താണെന്നറിയൂ? അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാക്കും ഷഹർ, ഇതാ ഒരു പരിശുദ്ധമായ മാസം നിങ്ങളിലേക്ക് വന്നെത്തിയിരിക്കുന്നു. അതാക്കും ഷഹർ, ഒരു ഷഹർ, ഒരു പരിശുദ്ധമായ റമളാൻ മാസം നിങ്ങളിലേക്ക് വന്നെത്തിയിരിക്കുന്നു. വഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ, ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട്, ആ രാത്രിക്ക് 1000 മാസങ്ങളെക്കാൾ പുണ്യമാണ്. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാത്രി ആ മാസത്തിലുണ്ട്. ആ മാസത്തിൽ ഒരു രാത്രി, ഒരുപാട് രാത്രികളുണ്ട്, 29 30 രാത്രികൾ ആ മാസത്തിലുണ്ടാകും. പക്ഷെ ഒരു രാത്രിക്ക് മാത്രം 1000 മാസത്തെക്കാൾ പുണ്യമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നിട്ട് വിശ്വാസം പറഞ്ഞ കാര്യമാണ് വളരെ ഗൗരവമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരാൾക്ക് ആ ദിവസത്തിലെ ആ രാത്രിയിലെ 1000 മാസത്തിന്റെ ഖൈർ ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ ആ മനുഷ്യന്റെ എല്ലാ ഖൈറുകളും അയാൾക്ക് തടയപ്പെട്ടു, നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിലെ ബാക്കി മുഴുവൻ ദിവസങ്ങളിലും, ഇപ്പൊ 20 ദിവസങ്ങളിൽ 22ാമത്തെ നോമ്പിന്റെ അവസാനത്തിലാണ് നമ്മളുള്ളത്. 23ാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ ഇതുവരെ നിർവഹിച്ച ഓരോ കർമ്മങ്ങളും, ഓരോ സൽപ്രവർത്തനങ്ങളും, നോമ്പും രാത്രി നമസ്കാരവും മറ്റു സൽപ്രവർത്തനങ്ങളും, എല്ലാ ഖൈറുകളും അതാർക്ക് മാത്രമേ ഗുണപ്പെടുകയുള്ളൂ? ലൈലത്തുൽ ഖദറിന്റെ രാത്രിയെ ഒരാൾക്ക് ലഭിച്ചവന് മാത്രം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമൻ ഹുരിമഹാ, ആ രാത്രിയിലെ ഖൈറിനെ ഒരാൾക്ക് തടയപ്പെട്ടാൽ, ആ രാത്രിയിലെ ഖൈർ ഒരാൾക്ക് കിട്ടാതെ പോയാൽ, 1000 മാസത്തെക്കാൾ പുണ്യമുള്ള രാത്രിയിലെ ഖൈറിനെ ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലു, ഒരു മാസത്തെ ബാക്കിയുള്ള മുഴുവൻ ഖൈറുകളും അയാൾക്ക് നഷ്ടപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ യുഹറമു ഖൈറഹാ ഇല്ലാ മഹ്റൂം, അതുകൂടി നബി വിശ്വാസം കൂട്ടിച്ചേർത്തു. അതിലെ ഖൈറിനെ നഷ്ടപ്പെടുകയില്ല, ഇല്ലാ മഹ്റൂം, അത്രയും ഭാഗ്യം കെട്ടവനല്ലാതെ ആ രാത്രിയിലെ ഖൈറിനെ നഷ്ടപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, ആ രാത്രികളിൽ ഏത് രാത്രിയാണ്? ഇനി വരുന്ന 10 ദിവസങ്ങളിലെ അവസാനത്തെ 10 ഏത് രാത്രിയാണ്? ഒരു മാസത്തെ മുഴുവനും ഖൈറുകൾ നമുക്ക് നേടിത്തരുന്ന രാത്രി എന്ന് നമുക്കറിയില്ല. ആ രാത്രികളിലെ ഏത് രാത്രിയിലാണ്? ആ രാത്രിയിലെ ഖൈറിൽ നഷ്ടപ്പെടുത്തിയാൽ ഒരു മാസത്തെ മുഴുവൻ ഖൈറുകളും നഷ്ടപ്പെട്ടു പോകുന്ന രാത്രി ഏത് രാത്രിയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ക്ലൂ തന്നിട്ടുണ്ട്. അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളാണത്. ഒറ്റയിട്ട രാവുകളിൽ നിങ്ങളതിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. 21, 23, 25, 27, 29. അപ്പൊ 5 രാത്രികളെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാനും അതിനെ വരവേൽക്കാനും അതിലെ ഖൈറിനെ നേടിയെടുക്കാനും അവന് കഴിയണമെന്നുള്ളതാണ്. അതെന്തിനു കൂടിയാണ്? അവന്റെ ബാക്കിയുള്ള ദിവസത്തെ ഖൈറുകൾ തടയപ്പെടാതിരിക്കാൻ കൂടിയാണ്. അവന്റെ ബാക്കിയുള്ള ദിവസത്തെ ഖൈറുകൾ തടയപ്പെടാതിരിക്കാൻ കൂടിയാണ്.
എന്തൊക്കെയാണ് ആ രാവിൽ നമ്മൾ ചെയ്യേണ്ടത്? ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ 10 മുഴുവനും അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കാൻ അയാൾക്ക് കഴിഞ്ഞാൽ അത് ഏറ്റവും ഖൈറാണ്, ഏറ്റവും നല്ലതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമാണ്. അവിടുന്ന് വഫാത്താകുന്ന വർഷത്തിൽ അവസാനത്തെ 10 മാത്രമല്ല അവസാനത്തെ 20 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അവസാനത്തെ 10 ദിവസം മുഴുവനും ഒരാൾക്ക് കഴിയില്ല, സാധിക്കില്ല എങ്കിൽ അയാളുടെ ജോലിയുമായി ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും കാരണത്താലോ അയാൾക്ക് അത്ര കഴിയില്ല എങ്കിൽ അയാൾ ഒറ്റയിട്ട രാവുകളിലെങ്കിലും അയാൾ ഇഅ്തികാഫിരിക്കണം. അതല്ലെങ്കിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രികളിൽ ഒരു മുഅ്മിൻ ചെയ്യേണ്ട ഇബാദത്തുകൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട ഇബാദത്ത് എന്താണ്? ഇഅ്തികാഫാണ്. ഇഅ്തികാഫ്, അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഭജനമിരിക്കുക, ചടഞ്ഞുകൂടിയിരിക്കുക, ഇബാദത്തുകളായി, നമസ്കാരമായി, മറ്റു കർമ്മങ്ങളായി അള്ളാഹിൻ്റെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുക. നീയത്ത് വെച്ച് ഇത്ര സമയം ഞാൻ അള്ളാഹിൻ്റെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാൻ നീയത്ത് വെക്കുന്നു എന്ന നീയത്തോടു കൂടി അത് എത്ര സമയമാണോ? ഒരു 5 മിനിറ്റ് ആണോ? അതല്ല 50 മണിക്കൂറാണോ? എത്രയാണെങ്കിലും നമ്മൾ ആ സമയം അത് നിശ്ചയിച്ച് ഇഅ്തികാഫ് ഇരിക്കുക. അത് പള്ളിയിൽ മാത്രമാണ്. അതുമാത്രമല്ല, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. രണ്ടാമത് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രി നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബാ. ലൈലത്തുൽ ഖദറിന്റെ രാത്രികൾ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ, റൂഹുൽ അമീനും മലക്കുകളും പേമാരി പോലെ പെയ്തിറങ്ങുന്ന, ആകാശത്ത് നിന്നിറങ്ങി വരുന്ന ആ പരിശുദ്ധ റമളാനിന്റെ ലൈലത്തുൽ ഖദറിന്റെ പ്രതീക്ഷിക്കുന്ന രാവിൽ ഒരു മുഅ്മിൻ രാത്രി നമസ്കാരം നിർവഹിച്ചാൽ, ഖിയാമുൽ ലൈൽ നിർവഹിച്ചാൽ, അല്ലെങ്കിൽ തറാവീഹ് നിസ്കരിച്ചാൽ, ഒക്കെ ഒന്നെന്നെയാണ്. തഹജ്ജുദ്, ഇതൊക്കെ ഒന്നെന്നെയാണ്. അതിന് വ്യത്യസ്ത സമയങ്ങളും സന്ദർഭങ്ങളും ആയതുകൊണ്ട് പേരിൽ വ്യത്യാസം വന്നു എന്ന് മാത്രമാണ്. രാത്രി നമസ്കാരം ഒരാൾ നിർവഹിക്കുക, ആ രാത്രിയിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കും. അപ്പൊ ഇഅ്തികാഫ് ഇരിക്കാൻ കഴിയുന്നവൻ അത് ചെയ്യണം. അത് ഏറ്റവും പുണ്യമാണ്, ഏറ്റവും പ്രതിഫലാർഹമാണ്. നമസ്കാരം നഷ്ടപ്പെടുത്തരുത്, ആ രാത്രിയിൽ നമസ്കാരം നഷ്ടപ്പെടുത്തരുത്, അത് ഖൈറാണ്. ആ രാത്രിയിലെ ഖുർആൻ പാരായണം നഷ്ടപ്പെടുത്തരുത്, ആ രാത്രിയിലെ ദിക്ർ ദുആകൾ നഷ്ടപ്പെടുത്തരുത്. ആ രാത്രിയെ സംബന്ധിച്ചിടത്തോളം ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ, ലൈലത്തുൽ ഖദർ ഒരു രാത്രിയാണെന്ന് എനിക്ക് തോന്നിയാൽ നബിയേ ഞാൻ എന്താണ് ചൊല്ലേണ്ടത്, ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് എനിക്ക് വിട്ടുവീഴ്ച നൽകണമേ, പാപങ്ങൾ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ മുഅ്മിനീങ്ങളെ, ഈ കർമ്മങ്ങൾ അത് നിർവഹിക്കുവാനും അതിലൂടെ ഖൈറിനെ നേടിയെടുക്കാനും കഴിഞ്ഞവർക്ക് മാത്രമാണ് ഒരു മാസക്കാലത്തെ ഖൈറ് തടയപ്പെടാതിരിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ഞാൻ പറഞ്ഞത്, റമളാനിനെ നമ്മൾ എന്തു ചെയ്യണം? നമ്മുടെ അവസാനത്തിലേക്ക്, നമ്മുടെ ജീവിതാവസാനത്തേക്ക് നമ്മൾ ഉപമപ്പെടുത്തണം. നമ്മുടെ ജീവിതാവസാനം എങ്ങനെയാണ്? ഏറ്റവും ഖാത്തിമത്ത്, നല്ലായ ഖാത്തിമത്താണെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതം മുഴുവനും അയാൾക്ക് ഉപകാരപ്പെട്ടു. ഒരു മുഅ്മിനിന്റെ റമളാൻ മാസത്തിന്റെ അവസാനം ഖൈറായ അഹ്സനായ ഖാത്തിമത്താണെങ്കിൽ, ഏറ്റവും നല്ല രീതിയിലാണ് ആ റമളാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളെ അവൻ ഉപയോഗപ്പെടുത്തിയത് എങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റമളാനിലെ ബാക്കി ദിവസങ്ങളും അയാൾക്ക് ഉപകാരപ്പെട്ടു. നേരെ തിരിച്ചാണെങ്കിൽ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലു, എല്ലാ ഖൈറുകളും അയാൾക്ക് തടയപ്പെടും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെയാണ് സൂചിപ്പിച്ചത്. റമളാനിന്റെ അവസാനത്തെ നമ്മുടെ ജീവിതാവസാനവുമായി നമ്മൾ ഉപമിക്കണം. ജീവിതാവസാനം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഉറച്ചു നിന്ന് ഈമാനോടുകൂടി മരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹം. നമ്മളൊക്കെ പ്രാർത്ഥന അങ്ങനെയാണ്. ജീവിതാവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മുഅ്മിനീങ്ങളായി മരിപ്പിക്കണേ പടച്ചോനെ എന്നാണ് നമ്മളെ പ്രാർത്ഥന. ഒരിക്കലും
അസ്മാ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, മാ അക്സറു ദുആ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ നിത്യജീവിതത്തിൽ അങ്ങ് ദുആ ചെയ്യുന്ന ദുആകളുടെ കൂട്ടത്തിൽ ഏറ്റവും ധാരാളമായി ദുആ ചെയ്യുന്ന ദുആ ഏതാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന തമ്പുരാനെ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ മരണം വരെ. ഇതാരാ പ്രാർത്ഥിക്കണത്? അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയില്ല ആരുടെ ഹൃദയമാണ് തെറ്റിപ്പോവുക, ആരാണ് ഈമാൻ നഷ്ടപ്പെട്ട് മരിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുക, നമുക്കറിയില്ല. ചില ആളുകളെ സംബന്ധിച്ച് നമ്മൾ വളരെ വിഷമത്തോടു കൂടി ആലോചിക്കും, എത്ര നല്ല മനുഷ്യനായിരുന്നു അയാൾ, എത്ര നോമ്പും നിസ്കാരവും കർമ്മങ്ങളും മറ്റൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടിയ ആളാണ്. പക്ഷെ എന്തപ്പോൾ അയാളുടെ അവസ്ഥ ഇങ്ങനെ, എന്തപ്പോൾ അയാളുടെ കോലെന്താണ്, അയാളുടെ വസ്ത്രം എന്താണ്, അയാളുടെ ചുറ്റുപാടുകൾ എന്താണ്, ഹറാമും ഹലാലും നോക്കാതെ ആണല്ലോ അയാൾ സമ്പാദിക്കണത്, നിസ്കാരം അയാൾക്കില്ലല്ലോ എന്ന് നമ്മൾ ചില ആളുകളെ സംബന്ധിച്ച് ഖേദം പറയും. പക്ഷെ അയാളും ആരാണ്, എപ്പോഴാണ് മരിക്കുന്ന സമയത്ത് നന്നാവുക അതല്ലെങ്കിൽ മാറിപ്പോവുക എന്ന് നമുക്കറിയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് കൊടുക്കുന്ന തൗഫീഖാണ്. യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ലൽ മൗത്ത്, മരിക്കുന്നതിന്റെ മുമ്പ് ഒരു നല്ല സൽക്കർമ്മം ചെയ്ത് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു ആ മനുഷ്യന് നൽകുന്നതാണ്. അപ്പോൾ ഈ റമളാൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ മരിക്കുന്നത് എങ്കിൽ ഈ റമളാൻ ആകണം അല്ലാഹു നമുക്ക് നമ്മുടെ മരണത്തിന് തൊട്ടു മുമ്പ് നൽകിയ തൗഫീഖായി നൽകിയ അമലുൻ സാലിഹൻ. അങ്ങനെ എത്ര ആളുകൾക്ക് നമുക്ക് ആ റമളാനിനെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഗൗരവമായി നമ്മൾ ആലോചിക്കണം. ആമിർ ബിൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അബ്ദുല്ലാഹി ബിൻ സുബൈറിന്റെ മകനാണ്, താബിഈയാണ്. അദ്ദേഹത്തെ പറ്റി പഠിപ്പിക്കപ്പെടുന്ന സംഭവം ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ അടുത്തുണ്ട്. അപ്പോൾ ആ സമയത്താണ് മഗ്രിബ് ബാങ്ക് പള്ളിയിൽ നിന്ന് കൊടുക്കുന്നത്. ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ, നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. അദ്ദേഹത്തിന് തൻ്റെ വിരിപ്പിൽ കിടന്നിട്ട് പൊറുതികേട്. അദ്ദേഹം തൻ്റെ കുടുംബക്കാരോട് വീട്ടുകാരോട് പറഞ്ഞു, ഇഹ്മിലൂനി ഇലാ മസ്ജിദ്, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകൂ. അപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു, നിങ്ങൾ ഉഴ്ദറുള്ളവനാണല്ലോ, നിങ്ങൾ രോഗിയാണല്ലോ, നിങ്ങൾക്ക് ഉഴ്ദറുണ്ട്, നിങ്ങൾ വീട്ടിൽ നിസ്കരിച്ചാൽ പോരെ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വെളിയാളം കേട്ടിട്ട് ഞാൻ എൻ്റെ വിരിപ്പിൽ തന്നെ ബാക്കിയാവുകയോ, എനിക്ക് കഴിയില്ല അതിന് എന്ന് പറഞ്ഞ് അദ്ദേഹം വീട്ടുകാരുടെ സഹായത്തോട് വേച്ചു പള്ളിയിലെത്തി. ആ മഗ്രിബ് നിസ്കാരത്തിൽ അദ്ദേഹം മരിച്ചു എന്ന്, ആ മഗ്രിബ് നിസ്കാരത്തിൽ സുജൂദ് കിടന്നിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് ആമിർ, അദ്ദേഹം സാധാരണ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ മൈതത്തൽ ഹസന, അല്ലാഹുവേ ഏറ്റവും നല്ല മരണം നീ എനിക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ ഭാര്യ പഠിപ്പിക്കണം. ഏറ്റവും നല്ല മരണമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. നമ്മളങ്ങനെ പ്രാർത്ഥിക്കണം എന്നാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന അതാകണം. ഇനി റമളാൻ കഴിഞ്ഞിട്ടാണ് എൻ്റെ റബ്ബ് എൻ്റെ ജീവിതത്തിൽ മരണം നിശ്ചയിച്ചത് എങ്കിൽ എൻ്റെ മരണത്തോട് തൊട്ട് മുമ്പുള്ള എൻ്റെ റബ്ബെനിക്ക് ഖൈറായി നൽകിയ ഒരു അമൽ സ്വാലിഹ് തൗഫീഖായി നൽകിയ കാര്യമാകണം ഈ റമളാൻ. അങ്ങനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. റമളാനിൻ്റെ പ്രത്യേകിച്ച് അവസാന ദിനരാത്രങ്ങളിൽ ഏത് കർമ്മവും അങ്ങനെ തന്നെയാണ്. ഇന്നൽ അഅമാല ബിൽ ഖവാത്തീം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമലുകളൊക്കെ അതിൻ്റെ ഖവാത്തീം അനുസരിച്ചാണ്, അതിൻ്റെ അവസാനം നോക്കിയിട്ടാണ്. ഒരാൾ നിസ്കരിക്കുകയാണ്, നല്ല ഖുശൂഅോട് കൂടി നിസ്കരിക്കുകയാണ്, തക്ബീറും ഖിയാം റുക്കൂഉം സുജൂദും ഇഅ്തിദാലും ഇടയിലുള്ള ഇരുത്തും ഒക്കെ നല്ല അടിപൊളിയായി, നല്ല പ്രതിഫലാർഹം, നല്ല ഉഷാറായി നിസ്കരിക്കുകയാണ്. പക്ഷെ അത്തയ്യാത്തിൽ അയാളെ വുളു മുറിഞ്ഞാലോ ഒരു കാര്യമില്ല. അയാളെല്ലാ നിസ്കാരം, അയാളെല്ലാ കാര്യങ്ങളും ബാത്തിലാണ്. അപ്പോൾ നിസ്കാരത്തിൻ്റെ അവസാനം അത് പോയാൽ, അല്ലെങ്കിൽ ആ അവസാനത്തിൽ ആ മനുഷ്യൻ്റെ ഖുശൂഅ് നഷ്ടപ്പെട്ടാൽ
അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമസ്കാരത്തെ ബാത്തിലാക്കുന്ന മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ അയാൾ ആ നിസ്കാരം മുഴുവനാണ് പോവുക. അത്തയ്യാത്ത് മാത്രമല്ല, അയാളെ ഖിയാമും പോവും, റുകൂഉം പോവും, സുജൂദും പോവും, ഇഅ്തിദാലും പോവും, എല്ലാം പോവും. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഇന്നൽ അഅമാല ബിൽ ഖവാതീം, അമലുകൾ അവസാനം നോക്കിയിട്ടാണ് അമലുകൾ പടച്ചോൻ നിശ്ചയിക്കുക. പരിശുദ്ധ റമളാൻ എന്ന അമലിന്റെ അവസാനത്തിലാണ് നമ്മളുള്ളത്. ഈ അവസാനം നോക്കിയിട്ടാണ് ഈ റമളാനിന്റെ തുടക്കം എങ്ങനെയെന്ന് പടച്ചോൻ പരിഗണിക്കുക. നേരത്തെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് പ്രകാരം നമ്മൾ മനസ്സിലാക്കിയല്ലോ, ഫമൻ ഹുരിമഹാ ഹുരിമൽ ഖൈറ കുല്ലഹ്, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രികൾ അവസാനത്തെ 10 ഖൈറില് ഒരാൾക്ക് തടയപ്പെട്ടാൽ അയാൾക്ക് അതിനു മുമ്പുള്ള എല്ലാ ഖൈറുകളും അയാൾക്ക് തടയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഭാഗ്യക്കേട് സംഭവിക്കാൻ പാടില്ല, ആ ഒരു തൗഫീഖില്ലായ്മ സംഭവിക്കാൻ പാടില്ല. ഇതുവരെ എങ്ങനെയായിരുന്നു എന്നല്ല, ഈ 22 നോമ്പ് വരെ എങ്ങനെയായിരുന്നു എന്നല്ല, നേരെ മറിച്ച് ഇനിയുള്ള രാത്രികള്, ഇനിയുള്ള പകലുകള് പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നിരതരാകാൻ കഴിയണം, ദിക്ർ ദുആകളിൽ നിരതനാകാൻ കഴിയണം, സുന്നത്ത് നമസ്കാരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ കഴിയണം, ജമാഅത്ത് നമസ്കാരങ്ങളിൽ കണിശത പാലിക്കണം, ജമാഅത്ത് നമസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകൾ കൃത്യമായി നിർവഹിക്കണം. ഓരോ ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള ഒരു സുന്നത്ത് നമസ്കാരമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാകണം. റവാത്തിബ് സുന്നത്തിന് പുറമെയുള്ള നവാഫിലായ സുന്നത്തുകൾ, നാഫിലത്തായ സുന്നത്തുകൾ നിസ്കരിക്കാൻ നമുക്ക് കഴിയണം. ഈ ദിവസങ്ങളിലെ ദുആ നമുക്ക് നഷ്ടപ്പെടരുത്, ഈ ദിവസങ്ങളിലെ ഇശ്റാഖ് നമുക്ക് നഷ്ടപ്പെടരുത്, ഈ ദിവസങ്ങളിൽ ഖുർആൻ പാരായണമില്ലാത്ത ഒരു നേരം പോലും നമുക്കുണ്ടാകരുത്. ഈ ദിവസങ്ങളിൽ സുജൂദിനെ അധികരിപ്പിക്കണം, ഈ ദിവസങ്ങളിൽ സ്വതഖകളെ വർദ്ധിപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വകാന യജ്തഹിദു ഫീ റമളാൻ വകാന യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ഇജ്തിഹാദ് ചെയ്യുമായിരുന്നു എന്നാണ്, കഠിനമായി പരിശ്രമിക്കുമായിരുന്നു എന്നാണ്. ഇബാദത്തുകളിൽ പരിശ്രമിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അരമുണ്ട് മുറുക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ഇബാദത്തിന് വേണ്ടി അങ്ങോട്ട് ഒരുങ്ങിയിരിക്കും. സാഹചര്യം അനുകൂലമാകുമ്പോൾ ഇബാദത്ത് ചെയ്യല്ല, അങ്ങനെയല്ല. ചിലരങ്ങനെയാണ്. ആ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായ ഒരു ഇബാദത്ത് അങ്ങനെയല്ല. സാഹചര്യങ്ങൾ അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ, ഇബാദത്തിന് വേണ്ടി അരക്കെട്ടുറപ്പിച്ചിരിക്കുക. രാത്രിയെ ജീവിപ്പിക്കുക, രാത്രിയെ പകലാക്കുക, രാത്രി ഉറങ്ങാതെ ഇഅ്തികാഫിരുന്ന് അല്ലാഹുവിന്റെ ഖൈറിനെ പ്രതീക്ഷിക്കുക. തന്റെ കുടുംബത്തെ ഉണർത്തുക. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 അദ്ദേഹം യജ്തഹിദു മാ ലാ യജ്തഹിദു ഫീ അവാഖിർ. മറ്റു ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശ്രമിക്കുന്നതിനപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 പരിശ്രമിക്കുമായിരുന്നു എന്ന് നമുക്ക് സ്വഹീഹായ ഹദീസുകളിൽ കാണാൻ കഴിയും. ഇപ്പൊ ഞാൻ അങ്ങനെ എണ്ണി പറഞ്ഞ ഓരോന്നും നമുക്ക് ചെയ്യാൻ കഴിയണം. രാത്രിയിൽ നമസ്കാരം, തറാവീഹ്, ഖിയാമുൽ ലൈൽ. ഇവിടെ ഉണ്ടോ ഖിയാമുൽ ലൈൽ? തറാവീഹ് നമസ്കാരമുണ്ട്. ഇനി ഇഅ്തികാഫിരിക്കുന്നവർക്ക് പ്രത്യേകം ഖിയാമുൽ ലൈൽ നിസ്കരിക്കാം. തറാവീഹ് നമസ്കരിച്ചവർ തറാവീഹ് നമസ്കരിക്കാം. അതല്ല തറാവീഹ് നമസ്കരിക്കാൻ കഴിയാത്തവർക്ക് ഖിയാമുൽ ലൈൽ നിസ്കരിക്കാൻ സൗകര്യം നമ്മുടെ പള്ളിയിൽ ഒരുക്കിയിട്ടുമുണ്ട്. അപ്പൊ അത് 2 നിസ്കാരവും ഒന്നാണ്, പേര് മാറുന്നു എന്നേ ഉള്ളൂ. ഒരാളെ സംബന്ധിച്ചിടത്തോളം വിത്തറാക്കി കഴിഞ്ഞാൽ പിന്നെ തറാവീഹിന്റെ കൂടെ അയാൾ വിത്തറോടുകൂടി അയാൾ തറാവീഹ് നിസ്കരിച്ചതിന് പിന്നെ അയാൾക്ക് ഖിയാമുൽ ലൈൽ നിസ്കരിക്കേണ്ടതില്ല. കാരണം അയാളുടെ അന്നത്തെ നിസ്കാരം കഴിഞ്ഞു എന്നാണ്. പിന്നെ അയാളുടെ മറ്റു ഇബാദത്തുകളാണ്, മറ്റു കർമ്മങ്ങളാണ്. വുളൂ നിർവഹിച്ച് വരുമ്പോൾ പള്ളിയിലേക്ക് കയറുമ്പോൾ 2 റക്അത്ത് തഹിയ്യത്തിന്റെ നിസ്കാരം, വുളൂവിന്റെ 2 റക്അത്ത് നിസ്കാരം. ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ, യാ ബിലാൽ ഫഇന്നി സമിഅതു ദഫന അലൈക ബൈന യദയ്യ ഫിൽ ജന്ന. ബിലാലെ,
സ്വർഗത്തിൽ നീ നടന്നു പോകുന്ന നിന്റെ ചെരുപ്പിന്റെ ശബ്ദം, കാല് ചവിട്ടി നടക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട് ബിലാലെ. നിന്നെ സ്വർഗത്തിൽ പ്രവേശിച്ച കർമ്മമേതാ ബിലാലെ? ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹിന്റെ റസൂല് അത്ര വലിയ അമല് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും ഞാൻ എപ്പോ വുളൂ നിർവഹിച്ചാലും വുളൂവിന്റെ 2 റക്അത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കാതിരിക്കൂല. എപ്പോ വുളൂ ഉണ്ടാക്കിയാലും ഞാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും നബിയെ എന്നും ബിലാൽ റളിയല്ലാഹു അൻഹു. അതാണ് നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവകരമായി നമ്മൾ ആലോചിക്കാം. ആയുസ്സുള്ളവരാണ്, ആരോഗ്യമുള്ളവരാണ് നമ്മൾ. ആയുസ്സിൽ എത്ര സമയം ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. ഇന്ന് നമുക്ക് കാണാൻ കണ്ണുകളുണ്ട്, കേൾക്കാൻ കാതുകളുണ്ട്. ഒരു പ്രായം എത്തുന്ന സമയത്ത് ഓതാൻ കഴിയാതിരിക്കുന്ന ആളുകൾ പരാതി പറയുന്നു, ഉസ്താദേ ഓതാൻ കഴിയുന്നില്ല, ആഗ്രഹമുണ്ട്, പക്ഷേ കണ്ണട വെച്ചിട്ട് പോലും ഓതാൻ കഴിയുന്നില്ല. പരാതി പറയുന്ന എത്ര ആളുകളാണ്. മുഅ്മിനീങ്ങളെ, ആരോഗ്യവും ഒഴിവ് സമയവും തൗഫീഖും ലഭ്യമായ സമയങ്ങളിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണേ. പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആൻ. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. മറ്റെന്തിനേക്കാളും പ്രാധാന്യം, മറ്റെന്തിനേക്കാളും പരിഗണന ഖുർആനിന് റമളാനിൽ നമ്മൾ കൊടുക്കണേ. കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ വലിയ നഷ്ടക്കാര് തന്നെയാണ്. കാരണം മറ്റു മാസങ്ങളെക്കാൾ റമളാനിനെ പവിത്രമാക്കിയത്, റമളാനിനെ പ്രത്യേകമാക്കിയത് ഖുർആനാണ്. ഖുർആൻ ഇറങ്ങിയത് കാരണത്താലാണ്. പക്ഷെ എന്നിട്ടും ഖുർആൻ ഒരാവർത്തി മുഴുവനും ഓതാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. നമ്മൾ ആഗ്രഹിക്കും, ചിലപ്പോൾ പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യും, വിചാരിക്കുകയൊക്കെ ചെയ്യും, ടൈം ഷെഡ്യൂളൊക്കെ നിശ്ചയിക്കും. ഒരു മാസക്കാലത്തേക്ക് ഇത്ര ഒരു വഖത്ത് നിസ്കാരത്തിനും ശേഷവും പുറകും അപ്പുറപ്പുറം 4 പേജ് വീതം ഓതിയാൽ 2 പേജ് വീതം 4 പേജ്, അങ്ങനെ 5 വഖത്ത് നിസ്കാരത്തിൽ 20 പേജ്, 20 ഒരു ദിവസത്തിൽ 20 പേജ് അങ്ങനെ വെച്ച് ഓതിയാൽ ഇൻഷാ അല്ലാഹ് ഒരു മാസത്തേക്ക് ഒരു 600 പേജോളം തീരും. അപ്പോൾ ഖുർആൻ മുഴുവനാകും എന്നൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടാകും, ഷെഡ്യൂളൊക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. മുഅ്മിനീങ്ങളെ, ഗൗരവമായി നമ്മൾ ആലോചിക്കണം. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഒരു രാത്രി കൊണ്ട് ഖുർആൻ മുഴുവൻ ഓതി തീർത്തിരുന്നു എന്നാണ്. ഒരു രാത്രി കൊണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവൊക്കെ അദ്ദേഹത്തിന്റെ രാത്രി നിസ്കാരത്തെ പറ്റി പറയപ്പെടുന്നത്, അദ്ദേഹത്തിന്റെ രാത്രി നിസ്കാരം ഒരു ഖുർആൻ മുഴുവനായി ഓതി തീർത്തുകൊണ്ടായിരുന്നു എന്നാണ്. ഒരു ദിവസത്തെ രാത്രി നിസ്കാരം. മഹാനായ അംർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ സംബന്ധിച്ച് ചരിത്രത്തിൽ കാണാം, അദ്ദേഹം എല്ലാ ദിവസവും എല്ലാ രാത്രിയിലും ഖുർആൻ മുഴുവനായി പാരായണം ചെയ്യും. അപ്പൊ ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിഞ്ഞു. അദ്ദേഹത്തെ വിളിച്ചു, അല്ല അബ്ദുല്ലാ, നിങ്ങളിപ്പോൾ ആരോഗ്യമുള്ള സമയമാണ്, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രായാധിക്യം വരും. അപ്പം നിങ്ങൾക്ക് ഇതേ നന്മ തുടരാൻ കഴിഞ്ഞോളണമെന്നില്ല, എല്ലാ രാത്രിയിലും ഖുർആൻ കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ട് ഫഖ്റഉഹു ഫീ കുല്ലി ശഹ്റിൻ, ഒരു മാസം എടുത്ത് നിങ്ങൾ ഖുർആൻ കംപ്ലീറ്റ് ആക്കിയാൽ മതി. ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഖുർആൻ കംപ്ലീറ്റ് ആക്കരുത് തുടർച്ചയായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം തിരിച്ചു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ദഅനി യാ റസൂലല്ലാഹ് അസ്തംതിഉ മിൻ ഖുവതി വ ശബാബി. അല്ലാഹുവിന്റെ റസൂലേ, എന്നെ ഒഴിവാക്കിത്താ നബിയേ. ഒരു മാസം എടുത്തിട്ടല്ല, ഓരോ ദിവസവും ഖുർആൻ ഓതി തീർക്കാൻ എനിക്ക് കഴിയും. അസ്തംതിഉ മിൻ ഖുവതി വ ശബാബി. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എൻ്റെ ഖുവത്തൊന്ന് ആസ്വദിക്കട്ടെ നബിയേ, എൻ്റെ യൗവനം, എൻ്റെ യുവത്വം ഒന്ന് ആസ്വദിക്കട്ടെ നബിയേ. അസ്തംതിഉ മിൻ ഖുവതി വ ശബാബി, എൻ്റെ യുവത്വം ഞാനൊന്ന് ആസ്വദിക്കട്ടെ നബിയേ എന്ന് ആര്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. യുവത്വം ആസ്വദിക്കട്ടെ. യൗവനം ആസ്വദിക്കാനുള്ളതാണ്, പക്ഷേ അത് ലഹരി പദാർത്ഥങ്ങളിലല്ല, അത് തോന്നിവാസങ്ങളിലല്ല, മറ്റു തിന്മകളിലെല്ലാം. യൗവനം ആസ്വദിക്കാനുള്ളത് ഖുർആനിലാണ്, ദീനീപരമായ പ്രവർത്തനങ്ങളിലാണ്. ഒരു നമസ്കാരം നിർവഹിക്കുമ്പോൾ ഖുർറത്തു ഐനി ഫി സ്വലാത്ത്, ഒരു നിസ്കാരം നിർവഹിക്കുമ്പോൾ കിട്ടുന്നൊരു ഖുർറത്തു ഐനുണ്ട്, ഒരു കണ്ണിൻ്റെ കൊൺകുളിർമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നമാ റാഹതി ഫി സ്വലാത്ത്, എനിക്ക് നിസ്കരിച്ചാലാണ് റാഹത്ത് കിട്ടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ്
ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ലഹരി എന്താ? ഖുർആനാകണം. അവൻ്റെ ഏറ്റവും വലിയ ലഹരി നമസ്കാരമാകണം. ഇന്ന് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ലഹരിയിൽ പിടിമുറുക്കിയിരിക്കുകയാണ് ഇന്നത്തെ നാടിൻ്റെ യൗവനം. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ടൊക്കെ യുവാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തൊട്ടടുത്ത സംസാരത്തിൽ വരുന്നുണ്ട്. ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. എന്നിരുന്നാലും അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എല്ലാ ദിവസവും ഞാൻ ഖുർആൻ ഓതി തീർത്തോളാം, എന്നെ ഒഴിവാക്കിത്താ നബിയെ. അവൻ വിശ്വാസം വീണ്ടും പറഞ്ഞു, പറ്റൂല. എന്നാ നിനക്കൊരളവ്, നീ 20 ദിവസം കൂടുമ്പോൾ ഓതി തീർത്താൽ മതി. 20 ദിവസം വെച്ചിട്ട് എങ്ങനെ ഖുർആൻ കംപ്ലീറ്റ് ആക്കിയാൽ മതി. അതിനുള്ളിൽ ഖുർആൻ കംപ്ലീറ്റ് ആക്കരുത്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഖുവ്വത്തുണ്ട്, ശബാബുണ്ട്, ആരോഗ്യമുണ്ട്, യൗവനമുണ്ട്. എന്നെ വിട്ടേക്ക് നബിയെ, ഞാനത് ചെയ്യും, എനിക്ക് കഴിവുണ്ട്, ഞാൻ എൻ്റെ യൗവനത്തെ ആസ്വദിക്കട്ടെ നബിയെ എന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞു. വീണ്ടും നബി സാസം പറഞ്ഞു, പറ്റൂല. ഫഖറഉ ഫീ കുല്ലി 10 ദിവസം കൊണ്ട് ഓതി തീർത്താൽ മതി. വീണ്ടും നബി സാസം അദ്ദേഹം അവസാനം പറഞ്ഞത് ഫഖറഉ ഫീ കുല്ലി 7 ദിവസം കൊണ്ടേ ഓതി തീർക്കാൻ പറ്റുള്ളൂ. അപ്പം അത് ഖുർആൻ ഓതുന്നതിലൊരു മാനദണ്ഡം നബി സാസം നിശ്ചയിച്ചതാണ്. ഒരാൾ തുടർച്ചയായി ജീവിതകാലം മുഴുവനും ഖുർആൻ കംപ്ലീറ്റ് ആക്കി തീർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, ഒരു നിശ്ചിത ഇടവേളകളിൽ കംപ്ലീറ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ 7 ദിവസത്തിനുള്ളിൽ എന്ന ഇടവേള നിശ്ചയിക്കാൻ പാടില്ല. അതിൻ്റെ വിശ്വാസം വിലക്കിയതാണ്. 5 ദിവസം കൂടുമ്പോൾ ഒരാൾ ഖുർആൻ ഓതി തീർക്കാൻ പാടില്ല. 7 ദിവസങ്ങളിലേ ഓതി തീർക്കാൻ പാടുള്ളൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചതാണ്. അപ്പൊ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്രകാരം അവർ ഒരു ദിവസം ഓതി കംപ്ലീറ്റ് ആക്കിയവരോട് നബി സാസം പറഞ്ഞോട് 7 ദിവസം കൊണ്ട് ഓതി തീർത്താൽ മതി. പക്ഷെ നമുക്കൊരു മാസം കൊണ്ടും ഖുർആൻ ഓതി തീർക്കാൻ പറ്റുന്നില്ല നമ്മളിൽ പലർക്കും. മുഅ്മിനീങ്ങളെ, നാളെ പരലോകത്ത് ജല്ല ജലാലായ റബ്ബിന്റെ കോടതിയിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ നമ്മളെ കണ്ണ് കണ്ടിട്ടില്ലാത്ത ഒരായത്ത് പോലും ഖുർആനിൽ ഉണ്ടാകരുത് എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ കയ്യിലുള്ള ഫോണ്, ആൻഡ്രോയിഡ് ഫോൺ അല്ലെങ്കിൽ ഐഫോൺ അല്ലേ, ടെക്നോളജിയിലെ നല്ല ഉഷാറ് ഫോണ്, അതിലെ ഓരോ അപ്ഡേറ്റ് ആയി വരുന്ന സെറ്റിങ്സുകളും അപ്ഡേഷനുകളും നമുക്ക് കൃത്യമായിട്ട് അറിയാം. എത്ര 4ാം ക്ലാസ്സും ഗുസ്തി മാത്രമുള്ളവനാണെങ്കിലും ഫോണിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഓന് പഠിച്ചിട്ടുണ്ടാകും, അത് കണ്ടിട്ടുണ്ടാകും. പക്ഷേ മുഅ്മിനീങ്ങളെ, നമ്മളെ കണ്ണ് കണ്ടിട്ടില്ലാത്ത ഒരായത്ത് ഖുർആനിന്റെ സൂറത്തുൽ ഇസ്രായിലെ 78ാമത്തെ ആയത്ത് എൻ്റെ കണ്ണ് കണ്ടിട്ടില്ല എന്ന് പറയേണ്ടുന്ന ഒരു ഗതികേട് മുഅ്മിനീങ്ങളെ നമുക്കുണ്ടാകരുത്. പരലോകത്ത് അങ്ങനത്തെ ഒരു സാഹചര്യം നമുക്കുണ്ടാകരുത്. ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കണം. എൻ്റെ കാത് കേട്ടിട്ടില്ലാത്ത, എൻ്റെ നാവ് ഉച്ചരിച്ചിട്ടില്ലാത്ത, എൻ്റെ കണ്ണ് കണ്ടിട്ടില്ലാത്ത ഒരായത്തും പരിശുദ്ധ ഖുർആനിൽ ഉണ്ടാകരുത്. ഈ അപ്ഡേഷനുകൾ ഇല്ലാത്ത ഒന്നാ പരിശുദ്ധ ഖുർആൻ. കാലാകാലത്തേക്ക് അപ്ഡേറ്റഡ് ആണത്. ഫോൺ എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സെറ്റിങ്സുകൾ മാറി വരും. പക്ഷെ എത്ര സെറ്റിങ്സ് മാറി വന്നാലും പുതിയ പുതിയ സെറ്റിങ്സുകൾ പഠിക്കാനും അത് കാണാനും നമ്മൾ പരിശ്രമിക്കും. നമ്മുടെ ഫോണിൻ്റെ ഉള്ളിലുള്ള സെറ്റിങ്സുകൾക്കുള്ളിൽ ഓരോന്ന് നമ്മൾ എടുത്ത് പരിശോധിക്കും, ഇതെന്താണ് കൗതുകത്തോട്. പക്ഷെ ഖുർആൻ അതിനി ഒരു പുതിയ അപ്ഡേഷനുകൾ വരാനില്ല. ഇനി ഖുർആൻ ഇറങ്ങാനില്ല, ഇനി ആയത്തിറങ്ങാനില്ല. അന്ന് ആയത്തുള്ള തന്നെയാണ് ഇന്നും, അന്നത്തെ ഖുർആൻ തന്നെയാണ് ഇന്നും. മുഅ്മിനീങ്ങളെ, റമദാൻ തീർന്നിട്ടില്ല. ഇനിയും 7ഓളം ദിവസങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കിയുണ്ട്. 7ഓളം രാത്രികൾ, 8ഓളം പകലുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കിയുണ്ട്. വിചാരിച്ചാൽ നമുക്ക് കഴിയും, ഒരു ആവർത്തി മുഴുവനായി ഖുർആൻ ഓതി തീർക്കാൻ കഴിയും. അങ്ങനെയാകട്ടെ ഈ റമളാനിനെ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടതും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് റമളാനിൻ്റെ അവസാനത്തെ നമ്മുടെ ജീവിതാവസാനവുമായി നമ്മൾ തട്ടിച്ചു നോക്കണം. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി, അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹം കരയാണ്. ബക്ക ഫയശ്ഫിഖു അഹ്ലഹു വഖാല ലഹു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തെ സ്നേഹിക്കുകയാണ്. കാരണം അദ്ദേഹം കരഞ്ഞ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് കരയേണ്ടത്? മായുബ്കീക്, നിങ്ങൾ എന്തിനാണ് കരയേണ്ടത്? അതബക്കി അല ദുനൂബ്, നിങ്ങൾ ചെയ്ത പാപങ്ങളെ ഓർത്തിട്ടാണോ നിങ്ങൾ കരയേണ്ടത്? അപ്പൊ അദ്ദേഹം പറയാണ്, അല്ല, വഇന്ന ദുനൂബ അഹ്വനു അലയ്യ, എൻ്റെ പാപങ്ങളെ എന്നെ സംബന്ധിച്ചിടത്തോളം നിസാരമാണ്, അതെൻ്റെ റബ്ബ് പുറത്തു തന്നാൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ വഇന്നമാ അഖാഫു
സൂഅ ഖാത്തിമതി, എൻ്റെ ജീവിതത്തിലെ അവസാനം ഏറ്റവും മോശപ്പെട്ടതായാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ്. ജീവിതാവസാനം ഹുസ്നുൽ ഖാത്തിമയാക്കാൻ നമുക്ക് കഴിയണം, സൂഉൽ ഖാത്തിമയാക്കാൻ പാടില്ല. എങ്ങനെയാ ഹുസ്നുൽ ഖാത്തിമയാകാം? ഒരു മുഅ്മിനിന് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ യുഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ലൽ മൗത്ത്, അയാൾ മരിക്കണതിൻ്റെ മുമ്പ് അല്ലാഹു അയാൾക്ക് നല്ലൊരു അമൽ ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കും. ഒരു ഉംറ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വഖത്ത് നിസ്കരിക്കാൻ, അല്ലെങ്കിൽ രാത്രി തറാവീഹ് നിസ്കരിക്കാൻ, അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യാൻ. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദു ഫീ റമളാന മിനർ റീഹിൽ മുർസല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ശക്തിയായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്ക നൽകുന്ന ആളായിരുന്നു പരിശുദ്ധ റമളാനിൽ. അള്ളാഹിൻ്റെ മാർഗത്തിൽ, അവൻ്റെ പള്ളികൾക്ക്, അതല്ലെങ്കിൽ ദഅവാ പ്രവർത്തനങ്ങൾക്ക്, ഖുർആൻ പഠിക്കപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക്, മറ്റു പലതിനും അള്ളാഹിൻ്റെ മാർഗത്തിൽ, ദഅവാ പ്രവർത്തനങ്ങൾക്ക്, ദീനീപരമായ മാർഗങ്ങൾക്ക്, അല്ലെങ്കിൽ നോമ്പ് തുറക്ക്, എന്തിനാണെങ്കിലും പടച്ചവൻ്റെ മാർഗത്തിൽ സ്വതക്ക നൽകുന്ന ഒരു സ്വഭാവം പരിശുദ്ധ റമളാനിൽ നമുക്ക് ഉണ്ടാകണം. പ്രത്യേകിച്ച് അവസാനത്തെ പത്താകുമ്പോൾ അടിച്ചു വീശുന്ന കാറ്റിനേക്കാളേറെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്ക നൽകിയിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്വഹാബികൾക്കരികിലേക്ക് സ്വതക്കയുമായി ഒരാൾ വന്നാൽ ഹദീസിൽ കാണാൻ നമുക്ക് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ആരെങ്കിലും ഒരാൾ സ്വതക്ക ആവശ്യപ്പെട്ട്, അല്ലെങ്കിൽ സ്വതക്കർഹനായ ഒരാൾ അവർക്കിടയിലേക്ക് വന്നാൽ അവരുടെ കയ്യിൽ സ്വതക്ക നൽകാനുള്ള സമ്പത്തില്ല എങ്കിൽ അവർ അധ്വാനിക്കാൻ പോകുമെന്നാണ്, കൂലിക്ക് പോകും. എന്നിട്ട് കൂലി ചെയ്ത് വന്ന് അവർക്ക് കിട്ടിയ കൂലിയിൽ നിന്നൊരു വിഹിതം സ്വതക്കയായി നൽകുമെന്നാണ്. അപ്പൊ ഉള്ളവൻ സകാത്ത് കൊടുക്കുക, സ്വതക്ക കൊടുക്കുക എന്നതിനപ്പുറത്ത് സ്വതക്ക കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുക, അങ്ങനെയായിരുന്നു സ്വഹാബത്തിന്റെ ചര്യ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ചില ആളുകൾ പറയുന്നുണ്ട് മാലി മാലി വമാ ലഹു മിൻ മാലിഹി ഇല്ലാ മിൻ സലാസ്. അവൻ പറയുന്നുണ്ട് എൻ്റെ സ്വത്ത് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മനുഷ്യൻ. പക്ഷെ അവൻ്റെ സ്വത്തിൽ നിന്ന് 3 എണ്ണമല്ലാത്ത ഒന്നുമില്ലല്ലോ അവന്. മഅക്കല ഫാഫിന, 3 എണ്ണം അവനുള്ളതാണ്, 3 എണ്ണം. പക്ഷേ അതിൽ 2 എണ്ണം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഏതൊക്കെയാണ്? മഅക്കല ഫാഫിന, ഒന്ന് ഭക്ഷണം കഴിച്ച് നശിച്ചു പോയത്. കഴിക്കുമ്പോൾ അവനക്ക് കിട്ടിയത്, അത് അവനക്ക് കിട്ടിയതാണ്, അവൻ്റെ സ്വത്തിൽ നിന്ന് അവനക്ക് കിട്ടിയതാണ് അവൻ തിന്നത്. മഅക്കല ഫാഫിന, പക്ഷെ അത് നശിച്ചു പോകും. അവൻ ഉടുത്തത് അതവന് കിട്ടിയതാണ്, അവന്റെ സ്വത്തിൽ നിന്ന് അവന് കിട്ടിയതാണ് ഉടുത്തത്, അവന്റെ വസ്ത്രം. ഫഅബ്ല, പക്ഷെ അതും നുരുമ്പി കീറിപ്പോകും. പക്ഷെ മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്തത് ഫഗ്തന, അതെന്നും നിലനിൽക്കും. അത് ഖബറിൽ അവന് നൂറായി വെളിച്ചമായി അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോഴേ നമുക്ക് അള്ളാഹിൻ്റെ മാർഗത്തെ സ്വതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. മറ്റുള്ളവർ നമ്മുടെ കാലശേഷം നമ്മുടെ അനന്തരാവകാശികൾ അതെന്താണ് ചെയ്യാന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓരോന്നും ഖുർആൻ പാരായണം, സ്വതക്കകൾ, രാത്രി നിസ്കാരങ്ങൾ, ഇഅ്തികാഫ്, ഓരോന്നും ഈ റമദാനിൻ്റെ വിട പറയുന്ന ഈ നേരത്ത് ജീവിതം വിട പറയുന്നത് പോലെ, മരണത്തോടടുക്കുന്നത് പോലെ നമ്മൾ നേരിടാൻ നമുക്ക് കഴിയണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായി സംഭവിച്ച ദോഷങ്ങൾ പുറത്ത് മാപ്പാക്കി തരണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين. صلى الله على محمد وآله وصحبه أجمعين والحمد لله رب العالمين.